പുനർവിവാഹത്തിന് താല്പര്യം ഇങ്ങോട്ട് വരാം വിചാരിക്കും. പക്ഷെ ഇപ്പൊ ഇത് പറയാൻ കാരണം എനിക്ക് വല്ലാത്ത വിഷമമായി. ഞാൻ വലിയൊരു വിഷമമാണ് വേണ്ട പോട്ടെ എന്ന്. നിങ്ങളെ പാർട്ട്ണറെ കൊണ്ട് നിങ്ങൾക്ക് ഒരു തരത്തിൽ സന്തോഷമില്ല, നമുക്ക് തീരെ ഇവിടെ നിൽക്കാൻ പറ്റൂല എന്ന് തോന്നുമ്പോഴല്ലേ നമ്മൾ ഡിവോഴ്സിലൊക്കെ ചിന്തിക്കുക. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആ വിവാഹ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകരുത്. അത് ഒരിക്കലും നിങ്ങൾ ഹലോ എവരിവൺ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് അല്പം കാര്യത്തിലേക്ക് കിടക്കാം. എന്റെ ഏറ്റവും വലിയ വിഷമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇന്ന കാരണത്താൽ ഞാൻ താൽക്കാലികമായി വീഡിയോ നിർത്തിവെച്ചു എന്നറിയാതെ എനിക്ക് ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്. അവർക്കും കൂടി വേണ്ടിയാണ്. എന്റെ ചാനലിൽ പഴയ വീഡിയോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടായിരുന്നു ഞാൻ ഇതുവരെ വീഡിയോസ് ചെയ്തിരുന്നത്. ആ ടോപ്പിക് എന്ന് പറയുന്നത് നല്ലൊരു വിഷയമാണ് തീർച്ചയായും. കാരണം എന്ന് വെച്ചാല് അങ്ങനെ ഒരു രീതിയിൽ അത് അവതരിപ്പിച്ചിട്ട് ഞാൻ ഒരു ചാനലും കണ്ടിട്ടില്ല. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഞാൻ വിചാരിക്കുന്നതിന് മുമ്പായിട്ട് വീഡിയോസ് ഒക്കെ നല്ല അടിപൊളിയായി റീച്ച് ആയിക്കൊണ്ട് പോകുന്നതിനിടയിൽ അതേപോലെ ഞാൻ വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്തു അപ്ലോഡ് ചെയ്യായിരുന്നു. ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തു, യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്യുന്നു. ഞാൻ വിചാരിച്ച് മേ ബി ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആയിരിക്കും അതിന് കാരണം എന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെയും ഞാൻ എന്ത് ചെയ്തു, മ്യൂസിക് ഒക്കെ ചേഞ്ച് ചെയ്തു, പിന്നെയും അപ്ലോഡ് ചെയ്യുന്നു, പിന്നെയും യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്യുന്നു. എനിക്കാകെ ഒന്നും മനസ്സിലായില്ല. ഞാൻ പല രീതിയിലും ചേഞ്ച് വരുത്തുന്നു, അപ്ലോഡ് ചെയ്യുന്നു, പിന്നെയും യൂട്യൂബ് ഡിലീറ്റ് ചെയ്യുന്നു. അവസാനം ഞാൻ എൻ്റെ ഭർത്താവിനോട് ചോദിച്ചു, ഇങ്ങനെ സംഭവങ്ങൾ ആണ്. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് അത് നല്ലൊരു വിഷയമാണ്. വിഷയം നല്ലതെന്ന് മാത്രമല്ല, ഒരു വലിയൊരു വിഷയമാണ്. അപ്പൊ നീ മുഖം കാണിക്കാതെ മാസ്ക് ഇട്ടത് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം യൂട്യൂബ് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്കറിയോ, ഈ 5-10 മിനിറ്റും പല വീഡിയോസ് നമ്മൾ യൂട്യൂബിൽ കാണുന്നതിന്റെ പിന്നാമ്പുറം ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട്. എഡിറ്റിങ്, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ. ഈ എഡിറ്റിംഗ് വർക്ക്, അതുപോലെ തന്നെ വീഡിയോസ്, എല്ലാ കാര്യങ്ങളും ഒറ്റൊരാളാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ഒരുപാട് പ്രതീക്ഷയോടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അത് ഡിലീറ്റ് ആവുന്നു എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ. അത് നിങ്ങൾക്ക് ആ വിഷമം എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഹസ്ബൻഡ് പറഞ്ഞതുപോലെ ഫേസ് കവർ ചെയ്യുന്നത് കൊണ്ടാണ് യൂട്യൂബ് എല്ലാ വീഡിയോസ് ഡിലീറ്റ് ആക്കുന്നതാണെങ്കിൽ പോലും നമുക്ക് ഫേസ് കാണിക്കുന്നതിന് ഒരുപാട് പരിമിതികളുണ്ട്. പക്ഷെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു. കുറച്ച് പേർക്കൊക്കെ അത് ഉപകാരപ്പെടുമായിരുന്നു, ഉറപ്പാണ്. ടോപ്പിക് എന്തെന്ന് വെച്ചാല്, അതിനു മുമ്പായിട്ട് ചെറിയൊരു കാര്യം ഞാൻ പറയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു ദുഃഖമോ സന്തോഷമോ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അറിയാൻ പറ്റും. കാരണം എന്താണ്, നമ്മുടെ കുടുംബമാണ്. അതിൽ പങ്കുചേരുന്നുണ്ടോ ഇല്ലയോ എന്ന് സെക്കൻഡറി. പക്ഷെ നമ്മൾ അറിയാത്ത, നമ്മളെ കുടുംബമല്ലാത്ത നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അവർ പല രീതിയിലുള്ള പ്രയാസങ്ങളും വിഷമങ്ങളാണ് നേരിട്ട് കൊണ്ടിരിക്കുന്നത്. എന്തിന്, അതിൽ പല രീതിയിലുള്ള സഹായം നമുക്ക് ആരുടെത്തെങ്കിലും കിട്ടിയിരുന്നുവെങ്കിലോ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഞാൻ കൊണ്ടുപോയിരുന്ന ഈ ടോപ്പിക്ക് പോലും ഇങ്ങനെ ചിലർക്ക് ഉപകാരപ്പെടുന്ന സന്തോഷകരമായ ഒരു വിഷയമായിരുന്നു. എന്റെ ടോപ്പിക് ഇതായിരുന്നു, പുനർവിവാഹം. തന്റേതല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപ്പെടുത്തി നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുണ്ട്, അല്ലെ? എന്തിനു പറയുന്നു, നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒന്നിച്ചു നിൽക്കുന്ന ആൾക്കാർക്കിടയിൽ അവർക്കൊരു വിഷമമുണ്ടോ അല്ലെങ്കിൽ ഒരു പ്രയാസം നേരിടുമ്പോൾ അതിൽ പങ്കുചേരാനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം കണ്ടെത്താൻ നമുക്ക് പറ്റാറില്ല. കാരണം നമുക്ക് നമ്മുടെ കാര്യത്തിന് തന്നെ സമയം തികയുന്നില്ല, അല്ലെ? ഇന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ നമുക്ക് ഇന്ന് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു അവസ്ഥയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഇടയിലുള്ള ആൾക്കാരുടെ കാര്യങ്ങളോ വിഷമങ്ങളോ നമുക്ക് അറിയണ്ട. നമുക്ക് അറിഞ്ഞിട്ട് നമുക്ക് അവരെ സഹായിക്കാനുള്ള സമയമില്ല, അതിന് പറ്റില്ല എന്നതാണ് ഇപ്പോഴത്തെ ഒരു കാലം എന്ന് പറയുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മുടെ സ്വന്തം കുടുംബത്തിൽ തന്നെ സഹോദരൻ ആരും ആയിക്കൊള്ളട്ടെ വിവാഹബന്ധം ഏർപ്പെടുത്തി നിൽക്കുന്നു. പക്ഷെ അവർ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്കൊരു പുനർവിവാഹം വേണം, എനിക്ക് നല്ലൊരു പാർട്ട്ണർ വേണം, ഞാനത് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താണ് അവർ ചിന്തിക്കുന്നു, എന്നെ സഹായിക്കാൻ ആരുമില്ല, ഞാൻ ഇത് ആരോടാണ് ആവശ്യപ്പെടേണ്ടത്? എനിക്കൊരു കൂട്ടുകാരനോ അല്ലെങ്കിൽ നല്ലൊരു മാതാപിതാക്കളോ ഇത് മനസ്സിലാക്കുന്ന ബന്ധങ്ങളോ ആരും ഇല്ല. ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ നമുക്ക് ചുറ്റും തീർച്ചയായും ഉണ്ടാകാം, അല്ലെ? അവർക്കൊക്കെ എന്റെ വീഡിയോ ഉപകാരപ്പെടുമായിരുന്നു, ഉറപ്പാണ്. ടോപ്പിക് എന്തെന്ന് വെച്ചാല്, ഒരു വ്യക്തി എന്നെ കോണ്ടാക്ട് ചെയ്തു, എന്റെ മകൾക്ക് നല്ലൊരു പയ്യനെ വേണം, അല്ലെങ്കിൽ എന്റെ പുനർവിവാഹമാണ്, എനിക്ക് നല്ലൊരു പാർട്ട്ണർ വേണം. അപ്പൊ നമ്മൾ ചോദിക്കേണ്ട ചോദ്യങ്ങൾ മാത്രം ഞാൻ ചോദിക്കും, എന്നിട്ട് ആ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യും. ഞാൻ ചോദിക്കുന്ന 2-3 കാര്യങ്ങളുണ്ട്, അത് മാത്രം മതി. നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞിട്ട് നമ്മൾക്ക് കാര്യമില്ല. അപ്പൊ നമ്മൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരെ സമ്മതത്തോടു കൂടി നമ്മളെ വീഡിയോ അപ്ലോഡ് ചെയ്യും. അപ്പൊ ഇത് കണ്ടിട്ട് കൊള്ളാലോ, ഇന്ന ജില്ലയിലുള്ള പെൺകുട്ടിയാണ്, ഇവർ ചെയ്ത ഈ വീഡിയോ കൊള്ളാം. അപ്പൊ എന്നോട് അവര് കാണുന്നവര് എന്നെ കോണ്ടാക്ട് ചെയ്യും തിരിച്ച്.
നിങ്ങൾ നേരത്തെ ചെയ്ത വീഡിയോ ഇല്ലേ, ആ വീഡിയോയിൽ ഇന്ന ജില്ലയിൽ ആ പെൺകുട്ടിയെ അല്ലെങ്കിൽ ആ പയ്യനെ നമുക്ക് ആലോചിച്ചാൽ കൊള്ളാമെന്നുണ്ട്, നിങ്ങൾ കോൺടാക്ട് നമ്പർ തരുമോ? അപ്പൊ നമ്മൾ കോൺടാക്ട് നമ്പർ കൊടുക്കും. അവരെ ഉപ്പയുടെയോ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരുടെയെങ്കിലും കോൺടാക്ട്സ് ആയിരിക്കും. പിന്നീടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ വിശ്വസിക്കാൻ പറ്റൂ. എന്താ പറയുക, പുനർവിവാഹം ആണെങ്കിൽ അവരെന്തുകൊണ്ട് ആദ്യ വിവാഹം വേർപ്പെടുത്തി, എന്ത് കാരണത്താലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അവർ പറയുന്നത് എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് നമുക്കറിയില്ല. അതൊക്കെ അന്വേഷിക്കുക. നല്ലൊരു പാർട്ട്ണർ ആണോ അല്ലെങ്കിൽ നല്ലൊരു കുടുംബമാണോ എന്നൊക്കെ അന്വേഷിക്കേണ്ടത് നിങ്ങളിലാണ്. ആദ്യ വിവാഹമായാലും പുനർവിവാഹമായാലും എത്രത്തോളം അന്വേഷിക്കണം അല്ലെങ്കിൽ എത്രത്തോളം അന്വേഷിച്ചിട്ട് മുൻകൈ എടുക്കണം എന്നുള്ളത് നിങ്ങളിലാണ് ഇരിക്കുന്നത്. അതിന് യാതൊരു ഉത്തരവാദി ഞാനോ ചാനലോ അല്ല. ഇന്ന് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ പറയാൻ ഒന്നുകൂടെ കാരണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ എനിക്ക് കേട്ടപ്പോൾ വിഷമമായി. അതായത് ഇന്നലെ വരെ ഞാൻ എൻ്റെ കുട്ടികളുടെ വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തത്. അത് കണ്ടിട്ട് എൻ്റെ പഴയ ആൾക്കാരാണോ എന്ന് എനിക്കറിയില്ല. ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചു, പിന്നെ നിങ്ങൾ പഴയ വിഷയമായിട്ട് ഇപ്പോൾ വീഡിയോസ് ഒന്നും കാണാറില്ലല്ലോ, നിങ്ങൾ ചെയ്യാറില്ലേ, ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് നല്ലൊരു പയ്യനെ വേണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ കൂടുതൽ സംസാരിക്കാൻ നിന്നിക്കില്ല. എന്തിനാ അവരുടെ ടൈം വെറുതെ വേസ്റ്റ് ചെയ്യുന്നത്? കാരണം ഞാനിപ്പോൾ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് താൽക്കാലികമായിട്ടുള്ളത്. അപ്പൊ പിന്നെ എനിക്ക് അതന്നെയായി മനസ്സിലിങ്ങനെ വിഷമമാണ്. ശരിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തൊരു വിഷയം കൂടി ആണല്ലോ. അപ്പൊ എനിക്ക് വല്ലാത്ത വിഷമം പിന്നെയും തുടങ്ങി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുകൂടി ട്രൈ ചെയ്യാം. കാരണം എൻ്റെ ഹസ്ബൻഡ് പറയുന്നുണ്ട്, നമ്മൾ എന്തൊരു കാര്യം ആയിക്കോട്ടെ എല്ലാം പെട്ടെന്ന് സക്സസ് ആണോന്നില്ല. അപ്പൊ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കാം. അത് നമുക്ക് പറ്റുന്നില്ല, അത് എങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്ന് വിചാരിച്ചിട്ട് അവിടെ തളർന്ന് അത് സ്റ്റോപ്പ് ചെയ്യുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ പരാജിതനോ ആവുന്നത്. അപ്പൊ ഞാൻ ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടേ ഇരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഐഡിയയിൽ ഞാൻ ഇന്നും കൂടി ഒന്ന് പരിശ്രമിക്കുന്നു. കാരണം പരിശ്രമിച്ച് കഷ്ടപ്പെട്ട് കിട്ടുന്നത് എന്തുമായതാണ് നമ്മളതാണ്, അല്ലെ? നമ്മൾ എത്രത്തോളം ഒരു കാര്യത്തിന് വേണ്ടി എത്രത്തോളം പ്രയത്നം കഷ്ടപ്പാട് എടുക്കുന്നോ അത് സക്സസ് ആയാൽ അത് ആരതാണ്? നമ്മളതാണ്. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. നമ്മൾ കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് നല്ലൊരു ജീവിതം കിട്ടുകയാണെങ്കിൽ അതിനേക്കാളും വലിയൊരു സന്തോഷം നമുക്ക് കിട്ടാനില്ല. അപ്പൊ എന്താണ്, നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി, ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം.